പരമാധികാരുണ്യത്തിന് പരിശുദ്ധ പരമാധികാരുണ്യത്തിന് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശിൽ നിന്നും വീണ്ടും കേട്ടു ആ നാദം, എനിക്ക് ദാഹിക്കുന്നു. മനുഷ്യനെ ഓർത്തുള്ള ദൈവത്തിൻ്റെ ദാഹമാണ് കുരിശിലെ ഈ നിലവിളി. ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്നും കേട്ട ദീനവിലാപമാണിത്. സകല മനുഷ്യമക്കളുടെയും ദാഹം ശമിപ്പിക്കാൻ വന്നവൻ്റെ അവസാനത്തെ അപേക്ഷ. സർവജ്ഞനും സർവശക്തനുമായ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ നിലവിളി. വെള്ളം കിട്ടിയും കിട്ടാതെയും ഓരോ നിമിഷവും മരിക്കുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങളുടെ പ്രതിനിധിയായി മനുഷ്യപുത്രൻ ദാഹിച്ചു മരിക്കുന്നു. ജലം ജീവനാണ്. ഭൂമിയിലെ ജീവിതത്തിൻ്റെ അവസാനം, നിത്യതയുടെ കവാടം തൊട്ടുമുൻപിൽ കാണുന്ന വ്യക്തി ഭൂമിയിൽ നിന്ന് അവസാനമായി ആവശ്യപ്പെടുന്നത് ഒരിറ്റു വെള്ളമാണ്. തികച്ചും മാനുഷികമെന്ന് കരുതാവുന്ന ഈ വിലാപസ്വരത്തിന് അത്രമാത്രമാണോ അർത്ഥം? 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചവനും കുരിശുമരണത്തിൻ്റെ ഭയാനകതയ്ക്ക് സ്വയം വിട്ടുകൊടുത്തവനും ഒരിറ്റു വെള്ളം കിട്ടാതെ മരിക്കാനാവുമായിരുന്നില്ലേ? അവൻ്റെ വിലാപം ഇത്തിരി കുടിവെള്ളത്തിന് വേണ്ടി ആയിരുന്നില്ലെന്ന് നമുക്കറിയാം. ജീവിതത്തിൽ ഒരിക്കലും എന്തെങ്കിലും ഭൗതിക ആവശ്യങ്ങൾ മനുഷ്യരോട് ആവശ്യപ്പെട്ടവനല്ല കർത്താവ്. ജനനം മുതൽ മരണം വരെ തലചായ്ക്കാൻ ഇടം കിട്ടാത്തവൻ ഒരു മനുഷ്യൻ്റെയും മുൻപിൽ ഒരപേക്ഷയും സമർപ്പിച്ചിട്ടില്ല. തന്നെ സമീപിച്ചവർക്കൊക്കെ ഭക്ഷണവും സൗഖ്യവും ജീവനും അനുഗ്രഹങ്ങളും കനിഞ്ഞു നൽകിയവൻ തനിക്ക് വേണ്ടി തന്നെ ഒരത്ഭുതവും പ്രവർത്തിച്ചില്ല. എനിക്ക് ദാഹിക്കുന്നു. ഭക്ഷണവും കുടിവെള്ളവും കിട്ടാത്തവൻ്റെ വിലാപമല്ലിത്. ജീവൻ്റെ സ്രോതസ്സിൻ്റെ ദാഹമാണിത്. ആ വറ്റാത്ത സ്രോതസ്സിലേക്ക് ഇനിയെങ്കിലും മനുഷ്യമക്കൾ വരാനുള്ള യാചനയാണത്. നസ്രത്ത് മുതൽ കാൽവരി വരെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അവൻ അറിയിച്ചത് തൻ്റെ ദാഹമായിരുന്നു. ഏദെൻ തോട്ടത്തിൽ വഴിപിഴച്ചവനെ തേടി വന്നതു മുതൽ ഈ കുറിപ്പ് എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ഈ നിമിഷം വരെ അവൻ തൻ്റെ ദാഹം അറിയിച്ചു കൊണ്ടിരിക്കുന്നു. യെരമ്യായ പ്രവാചകനിലൂടെ കർത്താവ് വിലപിക്കുന്നത് ശ്രദ്ധിക്കുക. എൻ്റെ ജനം 2 തിന്മകൾ ചെയ്തു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. യെരമ്യാ 2:13. വിശുദ്ധ ആഗസ്തീനോസ് ആരംഭകാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നു, സ്നേഹനാഥ, അങ്ങയെ സ്നേഹിക്കാൻ ഞാൻ അഭിലഷിക്കുന്നു, ഇപ്പോഴല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. പിന്നീട് ദൈവത്തിന് പരിപൂർണമായി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നിത്യനൂതന സൗന്ദര്യമേ, നിന്നെ സ്നേഹിക്കാൻ ഞാൻ ഇത്രമാത്രം വൈകിപ്പോയല്ലോ. ഫുൾട്ടൻ ജേഷ്യൻ എഴുതുന്നു, ഞാനൊരു പാപിയാണ് എന്നത്രേ നാം ഏറ്റുപറയേണ്ടത്. അപ്പോൾ ഒരു രക്ഷകൻ നമുക്ക് ആവശ്യമാണെന്ന് അംഗീകരിക്കലാണ്. എന്നാൽ എനിക്ക് മതമില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ സ്വയം പ്രതിഷ്ഠിക്കുന്നു. ഇല്ലായ്മയെക്കുറിച്ച് നിരാശരും ദുഃഖിതരുമായ നമ്മിലേക്ക് അവൻ്റെ ജീവജലം ഒഴുകി വന്ന് നമ്മെ പൂർണ്ണരാക്കും. എന്നാൽ നാം അവൻ്റെ ദാഹം ഉറവയുടെ ദാഹമാണ്. പൊട്ടക്കിണറുകളിലൂടെ ആവേശത്തോടെ അലയുന്നവരെ പ്രതിയുള്ള ദാഹമാണ്. ദാഹമറിയാത്ത മരുഭൂമികളെക്കുറിച്ചുള്ള ദാഹമാണ്. കുരിശിൽ നിന്ന് മുഴങ്ങിയ അടുത്ത സ്വരം എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നതാണ്. സംതൃപ്തി ഉണ്ടാകുന്നത് ഒരുവൻ അവൻ എന്താണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ്. മഹാനായ അലക്സാണ്ടറിൻ്റെ ശവസംസ്കാരം നടക്കുമ്പോൾ താൻ ഒന്നും സ്വന്തമാക്കിയില്ല എന്നതിൻ്റെ അടയാളമായി കൈകൾ ശവമഞ്ചത്തിന് പുറത്തിട്ട് അയാൾ യാത്രയായി. ഞാൻ നല്ല ഓട്ടമോടി നന്നായി പൊരുതി എന്ന വചനത്തിന് സമാനമായി സംതൃപ്തിയോടെ മരിക്കുന്നവർ വിരളമാണ്. 70-80 വയസ്സ് വരെ ജീവിച്ച് അസംതൃപ്തിയോടെ മരണത്തെ കാത്തിരിക്കുന്നവർ യേശുവിനെ നോക്കേണ്ടതാണ്. 33-ാമത്തെ വയസ്സിൽ പരമാവധി സ്നേഹം നൽകി, ക്ഷമിച്ച്, നന്മ ചെയ്ത്, നല്ല സന്ദേശം നൽകി എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് അവൻ സംതൃപ്തിയോടെ മരിക്കുന്നു. സംതൃപ്തി ആരംഭിക്കുന്നത് ഒരുവൻ എന്തായിരിക്കണം എന്നതിൽ നിന്നാണ്. ഒരു ശില്പിയുണ്ടായിരുന്നു. ദരിദ്രനായ അവന് തൻ്റെ അയൽക്കാരനായ ഭൂവുടമയുടെ സൗഭാഗ്യത്തിൽ അസൂയ തോന്നി.
തന്നെയും ഒരു ഭൂവുടമയാക്കണമെന്ന് ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അവനെ ദൈവം ഒരു ഭൂ ഉടമയാക്കി. അവൻ തൻ്റെ വയലിലൂടെ നടക്കുമ്പോൾ അതിലേക്ക് പ്രകാശം വീശിയ സൂര്യൻ്റെ പ്രഭ കണ്ടു. അവന് സൂര്യനാകണമെന്ന് തോന്നി. ദൈവം പ്രത്യക്ഷപ്പെട്ട് അവനെ സൂര്യനാക്കി. ഒരുവൻ അവൻ എന്തായിരിക്കണമെന്ന് തിരിച്ചറിയുമ്പോഴാണ് സംതൃപ്തി ഉണ്ടാവുക. യേശുവിന് താൻ എന്തായിരിക്കണമെന്ന് ദൃഢമായ നിശ്ചയമുണ്ടായിരുന്നു. അവൻ അവനെ തന്നെ ലോകരക്ഷകനായി തിരിച്ചറിഞ്ഞു. ഓരോ മനുഷ്യനും അവൻ്റെ തന്നെ നിർമ്മിതിയിലാണ് സംതൃപ്തനാകുന്നത്. ഓരോ സന്യാസിയുടെയും കല്ലറയിൽ അവൻ ജീവിച്ചിരുന്ന പുണ്യങ്ങൾ അവരുടെ പേരിന് മുകളിലായി കൊത്തിവയ്ക്കുന്ന ഒരു പതിവ് പണ്ട് ഉണ്ടായിരുന്നു. ഇനി ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കല്ലറയിൽ എന്തു നന്മ കൊത്തിവയ്ക്കപ്പെടും എന്നത് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സ്വയമേവ പുണ്യങ്ങളായി നിർമ്മിച്ചവർ യേശുവിനെ പോലെ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് മരിക്കുന്നു. രണ്ടാമതായി, ഒരുവൻ സംതൃപ്തനാകുന്നത് അവൻ ലോകത്തിന് എന്തു നൽകി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരാൾ അതിരാവിലെ വീട്ടിലെ ചപ്പുചവറുകൾ ഒരു കവറിലാക്കി അയൽക്കാരൻ്റെ വീടിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഇട്ടു. അത് കണ്ട് അയൽക്കാരന് ദേഷ്യം വന്നെങ്കിലും അദ്ദേഹം ആ ചവർ എടുത്തു മാറ്റി. പകരം ഒരു കവർ നിറയെ ആപ്പിളുമായി അവനെ കാണാൻ ചെന്നു. അത് അവന് നൽകിയിട്ട് പറഞ്ഞു, ഒരുവൻ അവന് ധാരാളമായിട്ടുള്ളത് അയൽക്കാരന് നൽകുന്നു. നമുക്ക് ചിന്തിക്കാം, മറ്റുള്ളവർക്ക് നൽകാൻ നമ്മുടെ കയ്യിൽ ചപ്പുചവറുകൾ മാത്രമേ ഉള്ളൂ എന്ന്. ഒത്തിരി വർഷം ജീവിച്ചിട്ടും മറ്റുള്ളവർക്ക് മോശമായത് മാത്രം നൽകുന്നവരാകുമ്പോൾ നമ്മൾ അസംതൃപ്തിയോടെ കടന്നു പോകുന്നവരാണ്. യേശുവിനെ നോക്കുക. അവൻ നമുക്ക് ഏറ്റവും വിലപ്പെട്ട രക്ഷ നേടിത്തന്നു. സ്നേഹവും വചനങ്ങളും നൽകി. ഇങ്ങനെ യേശു നമുക്ക് സംതൃപ്തിയുടെ വഴികൾ കാണിച്ചു തരുന്നു. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ വ്യക്തികളിൽ ഒരാൾ പറഞ്ഞു, എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നില്ല ഈ യാത്ര. സ്വർണമോ നിധിയോ ഒരു പിടി മണ്ണോ ഒന്നും കിട്ടുകയില്ല എന്ന് അറിയാമായിരുന്നു. പക്ഷേ മരണകരമായ ഈ യാത്രയുടെ പൂർത്തീകരണത്തിൽ ലഭിക്കുന്ന സന്തോഷം മാത്രമായിരുന്നു ലക്ഷ്യം. തുടങ്ങിവെച്ച യാത്രയുടെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണമാണ് സംതൃപ്തി. യേശു അത് നന്നായി പൂർത്തീകരിച്ചു. നമ്മൾ ഏറ്റെടുത്ത ജീവിതം നന്നായി പൂർത്തീകരിക്കാൻ പരിശ്രമിക്കുമ്പോൾ ജീവിത പങ്കാളി, മാതാപിതാക്കൾ, മക്കൾ, സ്നേഹിതർ എന്നീ നിലകളിലുള്ള ഉത്തരവാദിത്വങ്ങൾ ശരിയായി പൂർത്തീകരിക്കുമ്പോൾ യേശുവിനെ പോലെ സംതൃപ്തരായിരിക്കാൻ നമുക്കും കഴിയും. നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ മരിക്കണമെന്നും പഠിപ്പിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. ജീവിക്കാനും മരിക്കാനും ക്രിസ്തുവിന് ഒരു കാരണമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ സംതൃപ്തിയോടെ മരിച്ചു. നമ്മുടെ ജീവൻ്റെയും മരണത്തിൻ്റെയും കാരണങ്ങൾ നമുക്ക് സംതൃപ്തി തരട്ടെ. താഴമേശയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കാരുണ്യമേ, തിരുവത്താഴമേശയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കാരുണ്യമേ, കാൽവരി മലയുടെ വിരിമാറിൽ അലയടിച്ചുയരുന്ന കാരുണ്യമേ, കഴുകണമേ എന്നെ, കരുതണമേ, കരം പിടിച്ചെന്നെ നടത്തേണമേ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. താഴമേശയിൽ നിന്നും
അപ്പമായി തീരുന്ന കാരുണ്യമേ, അന്ത്യത്തോളം കൂടെ വസിക്കാൻ ഭോജ്യമായി മാറുന്ന കാരുണ്യമേ, നിറയണമേ എന്നിൽ അലിയണമേ, അങ്ങേതായി മാറ്റണേ ഈശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ബലിവസ്തുവോടൊപ്പം ബലിയായി തീരുവാൻ ബലമേകിടേണേ തമ്പുരാനേ. ജീവിതയാത്രയിൽ തിരുപ്പാതേയമായി രക്തശരീരങ്ങൾ ബലമാകട്ടെ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, പ്രത്യുത അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ഓ ദൈവമേ, അവിടുത്തേക്ക് ഞങ്ങളോടുള്ള സ്നേഹം എത്ര അഗാധമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ഓ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. നല്ല കർത്താവേ, അവിടുത്തെ പോലെയാക്കുവാൻ അങ്ങയുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് വീണ്ടെടുക്കുവാൻ സ്വപുത്രനെ തന്നെ ഞങ്ങൾക്ക് ബലിയായി നൽകി. ഈശോയുടെ ജീവൻ ബലിയായി നൽകിക്കൊണ്ട് അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സ്വന്തമായി വീണ്ടെടുത്തു. ഞാൻ പാപിയുടെ മരണം ആഗ്രഹിക്കുന്നില്ല, അവൻ്റെ മാനസാന്തരമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് കർത്താവെ അവിടെ അരുളി ചെയ്യുന്നുണ്ടല്ലോ. ദൈവമേ, ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ. എൻ്റെ ഈശോയെ, അങ്ങ് സ്വമേധയാ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം ധരിച്ചു. മനുഷ്യരെ പോലെയായി അവസാനം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. കുരിശിൽ 3 നാളുകളിൽ ഉയർത്തപ്പെട്ട അവിടുന്ന് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിന് ശാരീരികമായ ദാഹം അതികഠിനമായി ഉണ്ടായിരുന്നു.
യേശുവിൻ്റെ രക്തസ്രാവം ഗത്സമേനിയിൽ ആരംഭിച്ചതാണ്. പിന്നീട് ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെട്ടപ്പോഴും മുൾമുടി ധരിപ്പിക്കപ്പെട്ടപ്പോഴും അവസാനം കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോഴും രക്തം അരുവി പോലെ ഒഴുകിക്കൊണ്ടിരുന്നു. എന്നാൽ ഇതിലേറെ തീവ്രമായിരുന്നു യേശുവിൻ്റെ ആത്മദാഹം. ഇനിയുമേറെ സഹിച്ച് മനുഷ്യവംശത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള ആത്മീയ ദാഹമായി അത് വിശുദ്ധന്മാർ വ്യാഖ്യാനിക്കുന്നു. സ്നേഹത്തിൻ്റെ കുത്തൊഴുക്കായും സ്നേഹത്തിൻ്റെ ഉറവയായുമൊക്കെ വിശുദ്ധർ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നു.
പരിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. ഓ എൻ്റെ യേശുവേ, നീ ഇത്രത്തോളം എനിക്ക് വേണ്ടി സഹിക്കുന്നു. എന്നാൽ എനിക്ക് സഹനങ്ങൾ ഏറി വരുമ്പോൾ മറ്റുള്ളവർക്കോ എനിക്കോ താങ്ങായി ഭവിക്കാതെ ഞാൻ അക്ഷമയാകുന്നു. എൻ്റെ യേശുവേ, എൻ്റെ ഈശോനാഥ, നിൻ്റെ ക്ഷമയുടെ യോഗ്യതകളാൽ ക്ഷമിക്കാൻ എന്നെ പരിശീലിപ്പിക്കണമേ. സഹിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ വിധേയത്വത്തോടെ അതിനെ നേരിടാൻ എന്നെ സഹായിക്കണമേ. ഞാൻ മരിക്കും മുൻപ് അങ്ങയെപ്പോലെ ആയിത്തീരാൻ എന്നെ അനുഗ്രഹിക്കണമേ. യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നു, ഈശോ വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഈ നിമിഷത്തിൽ ഈശോ തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നതിന് മുൻപ് പഴയ നിയമത്തിലെ എല്ലാ ബലികളും പ്രാർത്ഥനകളും യേശുവിൻ്റെ ജീവിതവും മരണവും സംബന്ധിച്ച എല്ലാ പ്രവചനങ്ങളും താൻ സഹിക്കേണ്ടിയിരുന്ന ക്ഷതങ്ങളെക്കുറിച്ചും അധിക്ഷേപങ്ങളെക്കുറിച്ചുമുള്ള തിരുവെഴുത്തുകളും തൻ്റെ ദൃഷ്ടിയിലേക്ക് കൊണ്ടുവന്നു. അതെല്ലാം കൺമുൻപിൽ കണ്ടുകൊണ്ട് യേശു പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. രക്ഷ പ്രാപിക്കുന്നതിന് ശത്രുക്കൾക്കെതിരെയുള്ള നമ്മുടെ സമരം ഉദാരവും ക്ഷമാപൂർണവുമായിരിക്കണമെന്ന് വിശുദ്ധ പൗലോസ് നമ്മെ ഉപദേശിക്കുന്നുണ്ടല്ലോ. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായി യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപയോഗിച്ച് അപമാനം വകവയ്ക്കാതെ കുരിശ് എടുത്തു. കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ജീവൻ നിലനിൽക്കുന്നതുവരെയും കുരിശുപേക്ഷിക്കാതെ സഹിച്ച യേശുവിൻ്റെ മാതൃക പിന്തുടർന്ന് പ്രലോഭനങ്ങളെ ക്ഷമയോടെ പ്രതിരോധിക്കണമെന്ന് അപ്പസ്തോലൻ ഉപദേശിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വിശുദ്ധ ആഗസ്തീനോസ് ഇങ്ങനെ പറയുന്നു, താഴേക്ക് ഇറങ്ങി വരാതെ കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ദൈവത്തിൽ ശക്തരാവുക എന്നതല്ലാതെ മറ്റെന്താണ് അവൻ പഠിപ്പിക്കുന്നത്? അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും എന്ന പ്രബോധനം തന്നെയാണ് മരണത്തോളം സഹിച്ച് ഈശോ ലോകത്തെ ബോധ്യപ്പെടുത്തി തന്നത്. അതുകൊണ്ട് ഇന്ദ്രിയ വികാരങ്ങളാലോ പൈശാചിക പ്രലോഭനങ്ങളാലോ മനുഷ്യരുടെ പീഡനങ്ങളാലോ ക്ഷമ നശിച്ച് ഹൃദയം അസ്വസ്ഥമായി ദൈവത്തിൻ്റെ അനിഷ്ടത്തിന് പാത്രീഭൂതരാകുമ്പോൾ കുരിശിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ചിന്തിയ യേശുവിനെ നമുക്ക് നോക്കി പാപത്തിനെതിരെയുള്ള സമരത്തിൽ ഒരു തുള്ളി രക്തം പോലും നാം ചിന്തിയിട്ടില്ലെന്ന് ഓർക്കണം. അതുകൊണ്ട് സഹനത്തിൻ്റെ സന്ദർഭങ്ങളെല്ലാം യേശുവിന് നാം സമർപ്പിക്കുന്ന സമ്മാനങ്ങളായി നമുക്ക് പരിഗണിക്കാം. ഒന്നും ബാക്കി വയ്ക്കാതെ ജീവനും രക്തവും നൽകി നമ്മെ സ്നേഹിച്ചവനെ സ്നേഹിക്കാൻ നമുക്കും ഒന്നും മാറ്റിവെക്കാതെ ഇരിക്കാം. ഓ ഈശോയെ, സർവശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി അങ്ങയെ സ്നേഹിക്കുവാൻ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അങ്ങയെ തള്ളിപ്പറയാതെ അങ്ങയെ ഉപേക്ഷിക്കാതെ അങ്ങിൽ നിന്ന് ഓടിമാറാതെ അവയെല്ലാം സഹിഷ്ണുതയോടെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സ്വീകരിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്ന് ഈശോയെ അവിടുത്തെ ദിവ്യകാരുണ്യത്തിന് മുൻപിലായിരുന്നു കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ശക്തിയും സംഭരിച്ച് ശത്രുവിനെ നമുക്ക് പ്രതിരോധിക്കാം. യേശുവിൻ്റെ യോഗ്യതകളിൽ നമുക്ക് വിജയപ്രതീക്ഷ അർപ്പിക്കാം. വിശുദ്ധരുടെ പ്രത്യേകിച്ചും രക്തസാക്ഷികളുടെ മാതൃക നമുക്ക് പിൻചെല്ലാം. നമ്മെ സ്നേഹിച്ചവനിലൂടെ എല്ലാറ്റിനെയും ഞങ്ങൾ കീഴടക്കുന്നു. അതുകൊണ്ട് ജയിക്കാൻ അസാധ്യമെന്ന് തോന്നുന്ന ദൗർബല്യങ്ങൾ കൊണ്ട് മനസ്സിൽ പിശാച് തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ക്രൂശിതനായ ഈശോയെ നമുക്ക് നോക്കാം. അവൻ്റെ സഹായത്തിലും യോഗ്യതകളിലും പ്രതീക്ഷയർപ്പിച്ച് അപ്പസ്തലനോടൊപ്പം നമുക്കും പറയാം, എന്നെ ശക്തിപ്പെടുത്തുന്നവരിലൂടെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ കഴിയും. എനിക്ക് തനിയെ ഒന്നും ചെയ്യാനാവില്ല, എന്നാൽ യേശുവിൻ്റെ സഹായത്താൽ എനിക്ക് എല്ലാം കഴിയും. അതുകൊണ്ട് ദുരിതങ്ങളിൽ പതറാതെ ഈശോയെ അങ്ങയുടെ കുരിശിലെ സഹനങ്ങളിൽ കണ്ണുനട്ട് ഉറച്ചു നിൽക്കാൻ എനിക്ക് കരുത്തു നൽകണമേ.
കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നു, എൻ്റെ അസംഖ്യം വേദനകൾ നീ കാണുക. കുരിശിൽ കിടന്നുകൊണ്ട് നിനക്കു വേണ്ടി ഞാൻ സഹിക്കുന്ന വേദനകളെല്ലാം നീ കാണുക. എൻ്റെ ശരീരം 3 ആണികളിൽ തൂങ്ങുന്നു. എൻ്റെ മുറിവുകളിൽ അത് വിശ്രമിക്കുന്നു. എനിക്ക് ചുറ്റും കൂടിയിരിക്കുന്നവർ എനിക്കെതിരായി ദൂഷണം പറയുന്നു. അവർ എന്നെ പീഡിപ്പിക്കുന്നു. എൻ്റെ ശരീരത്തേക്കാളേറെ ആത്മാവ് പീഡ അനുഭവിക്കുന്നു. നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാൻ ഇതെല്ലാം സഹിക്കുന്നത്. നിന്നോടുള്ള ഈ സ്നേഹാധിക്യം കണ്ട് നീ എന്നെ സ്നേഹിക്കുക. ഇത്രത്തോളം സഹിക്കുകയും ഇത്ര കഠോരമായ മരണം വരിക്കുകയും ചെയ്ത എനിക്ക് വേണ്ടി എന്തെങ്കിലും സഹിക്കുന്നതിന് നിനക്ക് മടുപ്പ് തോന്നരുത്. ഓ യേശുവേ, ഈ ലോകത്തിൽ നീ എനിക്ക് ജന്മം നൽകിയത് നിന്നെ സേവിക്കാനും നിന്നെ സ്നേഹിക്കാനുമാണ്. നിന്നോട് വിശ്വസ്തനായിരിക്കുന്നതിന് ആവശ്യമായ വെളിച്ചവും കൃപയും നൽകി എന്നെ നീ ഇതുവരെ വഴി നടത്തി. എന്നാൽ എൻ്റെ നന്ദിഹീനതയിൽ എത്രയോ തവണ ഞാനത് നിരസിച്ചിട്ടുണ്ട്. ഓ എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, എൻ്റെ സർവസ്വവുമേ, എനിക്ക് വേണ്ടിയുള്ള നിൻ്റെ അതിദാരുണമായ മരണത്തെ പ്രതി നിന്നോട് നന്ദിയുള്ളവരായിരിക്കാനും നിനക്ക് ചേരാത്ത മമതകളൊക്കെയും ഹൃദയത്തിൽ നിന്ന് ദൂരീകരിക്കാനും എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഓ ദിവ്യകാരുണ്യനാഥ, അങ്ങയെ സ്നേഹിക്കാതെയും അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാതെയും അങ്ങയിൽ നിന്ന് അകന്നു കഴിയുന്ന അനേക മക്കളുണ്ടല്ലോ. ആ മക്കൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ ഈ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ അല്പമായ സുഖത്തിന് വേണ്ടി, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ സുഖത്തിന് വേണ്ടി അങ്ങയെ ഉപേക്ഷിച്ച് ഇവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകുന്ന മക്കൾ, സാമ്പത്തികമായി ശാരീരികമായി ഒക്കെ തളർച്ച അനുഭവിക്കുന്നവർ, അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാതെ കൊണ്ട്, സഹനത്തിൻ്റെ വില തിരിച്ചറിയാതെ കൊണ്ട് ജീവിക്കുന്ന മക്കൾ, ഇവരെയൊക്കെ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നല്ല കർത്താവേ, സ്നേഹം ലഭിക്കാതെ കൊണ്ട് അലയുന്ന മക്കൾ, യുവജനങ്ങൾ, കൊച്ചുകുട്ടികൾ, മാതാപിതാക്കൾ, വൃദ്ധജനങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഓ ദിവ്യനാഥ, തിന്മയുടെ വഴിയിലേക്ക് ചായാതെ നന്മയായ, സ്നേഹമായ, കാരുണ്യമായ അങ്ങയിലേക്ക് കണ്ണു നട്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ഈ മക്കളെയൊക്കെ പ്രചോദിപ്പിക്കണമേ. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ, ജീവൻ വിലയായി നൽകിയ, ഒരു തുള്ളി രക്തം പോലും ബാക്കി വയ്ക്കാതെ കൊണ്ട് ജീവൻ ചൊരിഞ്ഞ അങ്ങയുടെ വലിയ സ്നേഹം, അവിടുത്തെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന സ്നേഹാഗ്നി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മക്കളൊക്കെയും അങ്ങയിലേക്ക് കടന്നു വരുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നന്മ തന്നെയായ അവിടുത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പൊട്ടക്കിണറുകൾ തേടിപ്പോകുന്ന മനുഷ്യ മക്കളെ ഈശോയെ അവിടുന്ന് കാണണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ശാരീരിക സുഖങ്ങളുടെയും ഒക്കെ പിന്നാലെ പരക്കം പായുന്ന മക്കളെ അവിടുന്ന് കാണണമേ. യഥാർത്ഥമായ ശാന്തിയും സമാധാനവും സ്നേഹവും ഒക്കെ അങ്ങിൽ മാത്രമേ കണ്ടെത്താനാകൂ എന്നുള്ള തിരിച്ചറിവ് ഈ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുത്തെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ ഈ മക്കളൊക്കെയും നന്മയുടെ ഫലം അനുഭവിക്കുവാൻ, നന്മ അനുഭവിക്കുവാൻ, സമാധാനം അനുഭവിക്കുവാൻ, ശാന്തി അനുഭവിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് വിനയത്തോടെ താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഓ ദിവ്യനാഥ, ദിവ്യകാരുണ്യനാഥ, അവിടുത്തെ തിരുസന്നിധാനത്തിലായിരുന്നു കൊണ്ട് അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ ഈ തിരുമണിക്കൂറിൽ ഈ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയായി ഞങ്ങൾ അവിടുത്തെ ദിവ്യഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. കർത്താവേ, അവിടുത്തെ സ്നേഹ തൈലത്താൽ ഈ മക്കളെയൊക്കെ പൂശി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഹൃദയങ്ങൾ തുറന്ന് ഈ മക്കൾക്ക് സമാധാനം, ശാന്തി പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയോട് കൂടെയായിരിക്കുന്നത് എത്ര ആനന്ദപ്രദമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയുടെ വഴികളിലൂടെ ചരിക്കുവാൻ
വിശുദ്ധരായ മക്കൾ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ വഴിയിലൂടെ, ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരങ്ങൾ നടന്ന ആ വഴിയിലൂടെ അങ്ങേ അനുഗമിക്കുവാൻ, അതിൻ്റെ ആനന്ദം അനുഭവിച്ചറിയുവാൻ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കലേക്ക് വരാൻ കഴിയില്ല എന്ന് ഈശോയെ അവിടുന്ന് പറഞ്ഞല്ലോ. ഈശോയെ, അവിടുത്തെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് എല്ലാ മക്കളെയും അവിടുത്തെ ദിവ്യഹൃദയത്തിലേക്ക് അവിടുന്ന് ചേർത്ത് പിടിക്കണമേ. ആ ഹൃദയത്തിൻ്റെ ശാന്തിയും സമാധാനവും ഒക്കെ അനുഭവിക്കുവാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നല്ല കർത്താവേ, അവിടുത്തെ കരുണയുടെ സ്നേഹത്തിൻ്റെ സ്പന്ദനങ്ങൾ ഒപ്പിയെടുക്കാൻ ഓരോ മനുഷ്യ ഹൃദയങ്ങളെയും അവിടുന്ന് ആകർഷിക്കണമേ, അവിടുന്ന് കൂട്ടിക്കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, കണ്ണീരിൻ്റെ മക്കളെ ഒരിക്കലും അവിടുന്ന് ഉപേക്ഷിക്കുകയില്ല. സ്നേഹത്തോടെ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ആരെയും അങ്ങ് നിരാശപ്പെടുത്തിയിട്ടില്ല. ഈശോയെ, ഈ മക്കൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആരും നശിച്ചു പോകാതെ എല്ലാ മക്കളും രക്ഷ പ്രാപിക്കണം എന്നതാണല്ലോ അവിടുത്തെ ആഗ്രഹം. ആ ആത്മദാഹമാണല്ലോ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് കുരിശിൽ ഉരുവിട്ടത്. ഈശോയെ, അവിടുത്തെ ദാഹം ശമിപ്പിക്കുവാൻ, അവിടുത്തെ ദാഹം കുറയ്ക്കുവാൻ, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള അവിടുത്തെ ദാഹം കുറയ്ക്കുവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു കർത്താവേ. ഞങ്ങളും വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആത്മാക്കളെ തരിക, ബാക്കിയെല്ലാം അങ്ങ് എടുത്തുകൊള്ളുക. അതേ കർത്താവേ, ആത്മാക്കളെ തരിക, ബാക്കിയെല്ലാം എടുത്തുകൊള്ളുക. ഞങ്ങളുടെ സഹനങ്ങൾ, വേദനകൾ, ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം മനുഷ്യ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുകയാണ്. ഈശോയെ, അങ്ങനെ അങ്ങയോട് ഉള്ള നന്ദിയും സ്നേഹവും കടപ്പാടുമൊക്കെ അല്പമെങ്കിലും തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, യോഹന്നാനെ പോലെ അവിടുത്തെ ഹൃദയത്തോട് ചേർന്നിരുന്നു കൊണ്ട് ആ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് ആ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ, വികാരങ്ങൾ, തീഷ്ണത, താല്പര്യം, സ്നേഹം, കാരുണ്യം എല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് അത് മനുഷ്യ മക്കളിലേക്ക് ഒഴുക്കി കൊടുക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവേ, അവിടുത്തെ കരുണയുടെ ഈ നിമിഷങ്ങളിൽ എല്ലാ മക്കൾക്കും വേണ്ടി അവിടുത്തെ കരുണ ഒഴുക്കണമേ, കാരുണ്യം ഒഴുക്കണമേ എന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ബലഹീനരായി ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഈശോയെ, മക്കൾക്ക് മാനസാന്തരം നൽകണമേ. എല്ലാ മക്കളെയും അവിടുത്തെ ദിവ്യഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്നവർ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ടവർ, മരണവേദനയിൽ ഇപ്പോൾ കടന്നു പോകുന്നവർ, തീവ്ര ദുഃഖത്താൽ, മനസ്സിൻ്റെ നിരാശയാൽ ജീവിതം തന്നെ നശിപ്പിക്കണമെന്ന്, നഷ്ടപ്പെടുത്തണമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ, ഇവരെയൊക്കെ ഈശോയെ അവിടുന്ന് ഒന്ന് ആശ്വസിപ്പിക്കണമേ, അവിടുന്ന് ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ തിരുരക്തത്തിൻ്റെ ഒരു തുള്ളിയെങ്കിലും ഈ മക്കളിലേക്ക് അവിടുന്ന് ഒഴുക്കണമേ. അങ്ങനെ അവരും അങ്ങയുടെ സ്നേഹത്തിൻ്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയട്ടെ. കർത്താവിനോട് കൂടെയായിരിക്കുന്നത് എത്ര ആനന്ദപ്രദമാണെന്നുള്ള തിരിച്ചറിവ് ഈ മക്കൾക്ക് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ, അപേക്ഷകൾ, ലോകമൊക്കേയ്ക്കും വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഈശോയെ അവിടുത്തെ ദിവ്യഹൃദയത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണെന്നും വിളിപ്പുറത്ത് അവിടുന്ന് ഉണ്ട് എന്നും കൂടെ നടക്കുന്നവനാണെന്നും കൂട്ടിനുള്ളവനാണെന്നും ഉപേക്ഷിച്ച് പോകുന്നവനല്ല എന്നും ഏതു സമയത്തും അങ്ങിൽ ആശ്രയിക്കാനായിട്ട്, അങ്ങയുടെ പക്കലേക്ക് കടന്നു വരാനായിട്ട് ഹൃദയ കവാടം തുറന്നിട്ട് കാത്തിരിക്കുന്നവനാണെന്നുമുള്ള തിരിച്ചറിവ് എല്ലാ മക്കൾക്കും കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവേ, അവിടുത്തെ ഈ കുരിശിൻ ചുവട്ടിലായിരുന്നു കൊണ്ട് അവിടുത്തെ പോലെ ഞങ്ങളുടെ ജീവിതത്തെയും മഹത്തരമാക്കി തീർക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയെപ്പോലെ എല്ലാം പൂർത്തിയായിരിക്കുന്നു. അതേ പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയത്തക്ക വിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താൻ വേണ്ട കരുത്തും ശക്തിയും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരുന്നതിനും ഭൂമിയിലും സ്വർഗത്തിലും അങ്ങേ മഹത്വപ്പെടുത്തുവാനും അങ്ങേക്ക് അനവരതം സ്തുതികൾ പാടുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സജ്ജമാക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു.
എന്തിനാണെന്റെ യേശു കാൽവരി ക്രൂശിൽ ബലിയായത്? എന്തിനാണെന്റെ യേശു കാൽവരി ക്രൂശിൽ ബലിയായത്? രക്തശരീരമാ ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാൻ. രക്തശരീരമാ ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാൻ. എന്തിനാണെന്റെ യേശു കാൽവരി ക്രൂശിൽ ബലിയായത്? രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാൻ. നൽകി മക്കളെ ധന്യരാക്കാൻ. തിരുവോസ്തിയാൽ മറഞ്ഞിരിക്കും നീ പൂജ്യമാം സക്രാരി തന്നിലായി നീ. തിരുവോസ്തിയാൽ മറഞ്ഞിരിക്കും നീ പൂജ്യമാം സക്രാരി തന്നിലായി നീ. അനുതാപമോടെ അണഞ്ഞിടുമ്പോൾ സക്രാരി വിട്ടിന്റെ ഹൃത്തിലേക്ക്. അനുതാപമോടെ അണഞ്ഞിടുമ്പോൾ സക്രാരി വിട്ടിന്റെ ഹൃത്തിലേക്ക്. സക്രാരി വിട്ടിന്റെ ഹൃത്തിലേക്ക്. എന്തിനാണെന്റെ യേശു കാൽവരി ക്രൂശിൽ ബലിയായത്? ജീവിതത്തിൻ നൊമ്പരപ്പാടുകൾ സൗഖ്യമാക്കി എന്നെ സ്വന്തമാക്കാൻ. ജീവിതത്തിൻ നൊമ്പരപ്പാടുകൾ സൗഖ്യമാക്കി എന്നെ സ്വന്തമാക്കാൻ. അളക്കുവാനാവുമോ നിൻ സ്നേഹം? മറക്കുവാനാവുമോ നിൻ ത്യാഗം? അളക്കുവാനാവുമോ നിൻ സ്നേഹം? മറക്കുവാനാവുമോ നിൻ ത്യാഗം? മറക്കുവാനാവുമോ നിൻ ത്യാഗം? എന്തിനാണെന്റെ യേശു കാൽവരി ക്രൂശിൽ ബലിയായത്? രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാൻ. രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാൻ. എന്തിനാണെന്റെ
ദിവ്യകാരുണ്യ ഈശോയെ, അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ ധന്യരാക്കി അവിടുത്തെ പരിപാലനയാൽ ഞങ്ങളെ വഴി നടത്തുന്ന അവിടുത്തെ വലിയ സ്നേഹത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഓ ഈശോയെ, അങ്ങയെ ഒത്തിരി സ്നേഹിക്കുവാൻ, അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ, അങ്ങയുടെ കൂടെ നടക്കുവാൻ, അങ്ങയ്ക്ക് ഇഷ്ടമുള്ള വിധത്തിൽ മാത്രം ജീവിക്കുവാൻ അങ്ങെന്നെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഒരു നിമിഷം പോലും അങ്ങയിൽ നിന്ന് പിരിയുവാനോ അങ്ങയെ തള്ളിപ്പറയുവാനോ എൻ്റെ ജീവിതത്തിൽ ഇടവരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓ ദിവ്യകാരുണ്യമേ, നല്ല സ്നേഹമേ, എൻ്റെ മുഴുവൻ ആത്മാവോടും സർവശക്തിയോടും കൂടെ അങ്ങയെ ഞാൻ സ്നേഹിച്ച് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.